കോൺഗ്രസ് പന്മന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. മണ്ഡലത്തിലെ 13 വാർഡുകളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പന്മന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം നടത്തിയത്. മണ്ഡലത്തിലെ 13 വാർഡുകളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആദരവ് നിർവഹിച്ചു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ മുഴുവൻ സമയം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. സ്കൂളിലും അതെ, കോളേജിലും അതെ. പക്ഷെ പഠനത്തിന് ഒരു തടസ്സവും വരുത്തത്തില്ല. ക്ലാസ്സിൽ കയറാതെ സമ്മേളനങ്ങൾക്കും സമരങ്ങൾക്കും പോയാൽ പരീക്ഷയിൽ എഴുതി കാണിച്ച് അടുത്ത മാസം പരീക്ഷയെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു മുങ്ങിയ ഉറക്കം ഒഴിഞ്ഞൊരു പഠിത്തം പഠിക്കും. പരീക്ഷ എഴുതി തീർന്നാലേ പിന്നെ എന്തിനും ഞങ്ങളെയൊക്കെ കാണത്തുള്ളൂ. ആ സമയത്ത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ സഹപാഠികൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലാന്ന് പറഞ്ഞ് നടന്ന് സപ്ലി ആയിട്ട് നടക്കുന്നതിന് പിൽക്കാലത്ത് സപ്ലിയൊക്കെ 5, 8, 10 LLBക്ക് 24 സപ്ലി ഉള്ള എൻ്റെ സഹപാഠി ഉണ്ടായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രസന്ന ഉണ്ണിത്താൻ, നിഷ സുനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഷംല നൌഷാദ്, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ, സുഹൈൽ, പ്രഭ, വേണുഗോപാൽ പാലത്തറ, അനിൽ മേക്കാട്, ഷാജി തുപ്പശ്ശേരി, സിനികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേവലം നാം 4 ചുവരുകൾക്കുള്ളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ നിങ്ങൾക്ക് തന്ന പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചു. ഓർമ്മയുടെ പരിശോധനാ തലങ്ങളിൽ നിങ്ങൾ 1ാം സ്ഥാനത്തെത്തി. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, സമൂഹം പ്രതീക്ഷിക്കുന്നത്, നാളുകളിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ എല്ലാ നിലകളിലും A+ നേടുന്നവരായി മാറണം എന്നുള്ളതാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് അതാണ്. നാം വിദ്യാസമ്പന്നരായ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപക്ഷെ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ നമുക്ക് കഴിയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.